ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് കുമാർ കുശാഗ്രയുടെ വെടിക്കെട്ട് സെഞ്ചുറിയുടെ കരുത്തിലാണ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് എടുത്തത്. 137 പന്തിൽ 143 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന കുമാർ കുശാഗ്രയായിരുന്നു ജാർഖണ്ഡിന്റെ ടോപ്പ് സ്കോറർ. ഈ വിജയത്തോടെ 5 മത്സരങ്ങളിൽ നിന്ന് 3 ജയവും 2 തോൽവിയുമായി കേരളം എലൈറ്റ് എ ഗ്രൂപ്പിൽ 4-മതുണ്ട്. ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ ഇനിയും കേരളത്തിന് അടുത്ത സ്റ്റേജിലേക്ക് സാധ്യതയുണ്ട്. ഈ മാസം 21 മുതൽ ആരംഭിക്കുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള T20 പരമ്പരയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതിനാൽ അടുത്ത മത്സരങ്ങളിൽ സഞ്ജു കളിക്കുമോ എന്ന് ഉറപ്പില്ല. ഏഷ്യ കപ്പ് മുതൽ ഓപ്പണർ സ്ഥാനവും ഒടുവിൽ ടീമിലെ സ്ഥാനവും വരെ നഷ്ടപ്പെട്ട സഞ്ജുവിന് ഈ സീരീസ് അതിപ്രധാനമാണ്. ഗില്ലിനെ പേടിക്കാതെ കളിക്കാം എന്നതിനപ്പുറം ദക്ഷിണാഫ്രിക്കക്കെതിരെ അവസാന T20യിൽ വീണുകിട്ടിയ അവസരം മുതലാക്കിയ ആ പ്രകടനം തുടരേണ്ടതുണ്ട്. ശേഷം T20 ലോകകപ്പ്, പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം IPL, അതും സാക്ഷാൽ MS ധോണിയുടെ പിൻഗാമിയായി. ശേഷം ഇംഗ്ലണ്ടിനെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും ശ്രീലങ്കക്കെതിരെയും സഞ്ജുവിന് T20 പരമ്പരകളുണ്ട്. ഇതിനോടൊപ്പം നടക്കുന്ന ഏകദിന പരമ്പരകളിലും സ്ഥാനം അവകാശപ്പെടാൻ സഞ്ജുവിന് സാധിച്ചേക്കും. ഏറെക്കാലത്ത് അവഗണനക്കും കാത്തിരിപ്പുകൾക്കും ശേഷം ലഭിച്ച ഈ സുവർണ വർഷം സഞ്ജുവിന് മുതലാക്കാനാകട്ടെ.